ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി ഒരു തുടർച്ചയാണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അപരിമിതമാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് പണം കിട്ടും, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം, സേവനങ്ങൾ വാങ്ങിക്കണം, ഒരു നല്ല വീട് വെക്കണം, വാഹനങ്ങൾ വാങ്ങിക്കണം, വിദ്യാഭ്യാസം, അങ്ങനെ പറഞ്ഞ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതേസമയം റിസോഴ്സസ് ആർ സ്കേഴ്സ്. വിഭവങ്ങൾ, കൈവശമുള്ള വിഭവങ്ങൾ പരിമിതമാണ്. പണമാവട്ടെ, ഭൂമിയാവട്ടെ, കെട്ടിടങ്ങളോ, അങ്ങനെ ഏത് റിസോഴ്സസും അത് പരിമിതമാണ്. ആ ഉള്ള പരിമിതമായ വിഭവങ്ങൾക്കോ ദീസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസേജ്. ഒരു 10 സെൻറ്റ് ഭൂമി, അതിന് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. വേണമെങ്കിൽ അതിലൊരു വീട് വെക്കാം, അല്ലെങ്കിൽ അവിടെ കൃഷി നടക്കാം, അല്ലെങ്കിൽ അവിടെ ഫാക്ടറി പണിയാം, അല്ലെങ്കിൽ അതൊരു കളിസ്ഥലമാക്കാം, അല്ലെങ്കിൽ പാർക്കാക്കാം. ഇതെല്ലാം കൂടി ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ റിസോഴ്സസ് സ്കേഴ്സാണ്. അതേസമയം ആ ദൗർലഭ്യം അനുഭവപ്പെടുന്ന വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുമുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ചോയ്സ്, ഏത് തിരഞ്ഞെടുക്കണം? ഈ 10 സെൻറ്റ് ഭൂമിയിൽ വീട് വെക്കണോ? വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കെട്ടിടങ്ങൾ, മറ്റു ഫാക്ടറികളോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളോ പാർക്കോ സാധ്യമല്ല. അവിടെയാണ് നമ്മുടെ കയ്യിൽ ലഭ്യമാവുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കൈവശം ലഭ്യമാവുന്ന വിഭവങ്ങൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അവിടെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് സ്കേഴ്സിറ്റിയും ചോയ്സും, ഇതാണ് സെൻട്രൽ പ്രോബ്ലമായിട്ട് ഒരു ഇക്കോണമിയിൽ മാറുന്നത്. യഥേഷ്ടം വിഭവങ്ങളുണ്ടെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. അവിടെ ചോയ്സിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതേസമയം വിഭവങ്ങൾ സ്കേഴ്സും ആ വിഭവങ്ങൾക്ക് തന്നെ ഒന്നിലധികം ഉപയോഗങ്ങളും ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ വിച്ച് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, അതിനെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് എടുക്കുമ്പോൾ ഈ സ്കേഴ്സായിട്ടുള്ള വിഭവങ്ങളെ, അതേസമയം അതിന് ആൾട്ടർനേറ്റീവ് യൂസേജ് ഉള്ള ഈ സ്കേഴ്സ് വിഭവങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ 10 സെൻറ്റ് ഭൂമി എന്ത് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം, അത് ഏത് കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം? ഒരു രാജ്യത്തിന് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ ഏത് രീതിയിലത് അലോക്കേറ്റ് ചെയ്യണം, അതൊരു പ്രശ്നമാണ്. ദെൻ പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി, കാര്യക്ഷമതയുടെ ഒരു പ്രശ്നമുണ്ട്. പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ, വളരെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ, ഉള്ള വിഭവങ്ങൾ സ്കേഴ്സാണ്, ദൗർലഭ്യമുണ്ട്. അതേസമയം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഉള്ളതിനെ അപ്പാടെ ഉപയോഗിച്ച് തീർക്കുകയല്ല, അത് വളർത്തിയെടുക്കുന്നതും അത് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നവുമുണ്ട്. സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി എന്ന് പറയുന്നിടത്ത് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. എന്തിനു വേണ്ടി ഈ വിഭവങ്ങൾ എന്തിനെല്ലാം വേണ്ടി വിനിയോഗിക്കണം? ഈ 4 കാര്യങ്ങളിൽ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, ലഭ്യമായ വിഭവം, അവിടെ 3 ചോദ്യങ്ങൾ വരികയാണ്. ആ വിഭവങ്ങൾ വെച്ചുകൊണ്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഹൗ ടു പ്രൊഡ്യൂസ്, അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അതൊരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം? വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഹൗ മച്ച്, എന്ത് സാധന സേവനങ്ങളാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്രമാത്രം? കാരണം വിഭവങ്ങൾ സ്കേഴ്സാണ്, ആഗ്രഹങ്ങൾ അപരിമിതമാണ്, ആവശ്യങ്ങൾ അപരിമിതമാണ്. അവിടെ
എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആദ്യം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതൊരു പ്രധാനപ്പെട്ട റിസോഴ്സ് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഏത് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കണം. രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കുകളുണ്ട്. ഓരോ രാജ്യവും വികസിത രാജ്യവും അവികസിത രാജ്യവും വികസ്വര രാഷ്ട്രങ്ങളും ആകുമ്പോൾ അവരുടെ ഇക്കോണമിക്ക് അനുയോജ്യമാവുന്ന രീതിയിലുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുക. ചില രാജ്യങ്ങൾ കൂടുതൽ തൊഴിലാളികൾ ലഭ്യമാവും, അവിടെ തൊഴിലാളികളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. മറ്റു ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ, മെഷീനുകൾ, മൂലധനം വളരെ ചീപ്പായിട്ട് ലഭിക്കും, അവിടെ ഉൽപ്പാദനത്തിന് അത്തരത്തിലുള്ളത് ഉപയോഗിക്കാം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നിടത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ ഉൽപ്പന്നങ്ങൾ അത് ആർക്കിടയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വരുമാന വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോഴും 4 ഉൽപ്പാദന ഘടകങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, അവ കൃത്യമായിട്ട് ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ, റെൻറ്റ്, വേജ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇത് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, പ്രധാനമായിട്ടും രണ്ട് ചോയ്സ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്, കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃഷിക്ക് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അത്തരത്തിലുള്ളൊരു കാർഷിക വൃത്തി സാധ്യമാണ്. മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ്, കൂടുതൽ മെഷീൻ ഉപയോഗപ്പെടുത്തിയിട്ട്, ഇവിടെ ഒരുപാട് തൊഴിലാളികൾക്ക് പകരം ഒരൊറ്റ മെഷീൻ. ഇത് ഓരോ ഇക്കോണമിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഉപയോഗിക്കുക. ചില സമ്പദ് വ്യവസ്ഥകളിൽ തൊഴിലാളികൾ വളരെ കുറഞ്ഞ വേതനത്തിന് ലഭ്യമായിരിക്കെ അവിടെ അത് ഉപയോഗപ്പെടുത്തുന്നു. മറ്റു ചില സമ്പദ് വ്യവസ്ഥകളിൽ മൂലധനം, മെഷീനാണ് അവിടെ ഉൽപ്പാദന ചെലവ് കുറവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. പിന്നീട് ഒരു ഇക്കണോമിക് ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്റ്റിക്കിനൊക്കെ അനുസരിച്ചിരിക്കും, ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകൾക്കനുസരിച്ച് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കണമെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ ഉൽപ്പാദനം, വളരെ കാര്യക്ഷമമായിട്ട് പ്രോഡക്റ്റിവിറ്റി വളരെ കൂടുതലായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരുമ്പോൾ അവിടെ മെഷീൻ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ചോയ്സ് ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നിടത്ത് രണ്ട് ചോയ്സുകൾ, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഡീപ്പനിങ് ആൻഡ് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് ഇവിടെ നമ്മൾക്ക് ഈ രണ്ട് രീതികളാണ് പ്രധാനമായിട്ടുള്ളത്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇവിടെ പറഞ്ഞ ഇതൊരു വിതരണവുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദന ഘടകങ്ങൾക്ക്, ഇപ്പം ലാൻഡിന് റെൻറ്റ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ലേബർക്ക് വേജ് കിട്ടുന്നു, ദെൻ ഓർഗനൈസർക്ക് പ്രോഫിറ്റും ലഭിക്കുന്നു. ഇപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ റെമ്യൂണറേഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാലറിയാം, ഒരേ ഭൂമി തന്നെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഭൂമിക്ക് തന്നെ പാർക്കുകളായി മാറാം, ഫാക്ടറികൾ പണിയാൻ ഉപയോഗിക്കാം, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു തുണ്ട് ഭൂമി തന്നെ വ്യത്യസ്തങ്ങളാവുന്ന ഉൽപ്പാദനങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാൻ സാധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിന് വ്യത്യസ്ത സാധ്യതകളാണുള്ളത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക. അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നിടത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപ്പാദന സാധ്യതാ വക്രം, മറ്റൊരു രീതിയിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നുകൂടി പറയും. ഉൽപ്പാദന സാധ്യത അതിരുകൾ, ഉൽപ്പാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ PPF എന്നും പറയാറുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ ഉൽപ്പാദന സാധ്യത വക്രം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ്
ടു ഗുഡ്സ് വിച്ച് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ദ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. നോട്ട് ചെയ്ത് വെക്കണം. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കൊരു ഷെഡ്യൂൾ നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഒരു ഉൽപ്പാദന സാധ്യതാ പട്ടികയാണ്. ഒരു രാജ്യത്ത് ലഭ്യമായിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 സാധനങ്ങളാണ്: കോൺ ആൻഡ് കോട്ടൺ, ചോളവും പരുത്തിയും. അവിടെ ലഭ്യമായിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും വിനിയോഗിച്ചാൽ ഇവിടെ ഒരു അസംഷൻ ഉണ്ടായിരിക്കണം, ഒരു സങ്കല്പം വെക്കുകയാണ്, 2 വസ്തുക്കൾ മാത്രം. ഇങ്ങനെ പിന്നീട് അത് 3ഉം 4ഉം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. 3ഉം 4ഉം 5ഉം ഒക്കെ ഉൽപ്പാദനത്തിലേക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ട് അത് മനസ്സിലാക്കാൻ, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ 2 വസ്തുക്കൾ മാത്രം എടുക്കുക: കോണും കോട്ടണും. ലഭ്യമായ മുഴുവൻ വിഭവവും വിനിയോഗിച്ചാൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് എ, ബി, സി, ഡി, ഇ. എ എന്ന് പറയുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ലഭ്യമായ മുഴുവൻ വിഭവവും ഉപയോഗിച്ചു ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അതേസമയം കോൺ എന്ന് പറയുന്നത് 1 യൂണിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. കാരണം 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ മുഴുവൻ വിഭവവും വിനിയോഗിച്ചു കഴിഞ്ഞു. ഇതൊരു സാധ്യതയാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 9 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം, 1 യൂണിറ്റ് കോൺ ഉൽപ്പാദനത്തിന് വേണ്ടി ആ വിഭവം അലോക്കേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് 7 യൂണിറ്റ് കോട്ടൻ്റെ ഉൽപ്പാദനം കുറച്ചു കൊണ്ടുവരികയാണ്. അതേസമയം കോണിൻ്റെ ഉൽപ്പാദനം 2 യൂണിറ്റ് അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിഭവങ്ങൾ പരിമിതമാണ്. ഉള്ള വിഭവം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഉൽപ്പാദന സാധ്യതകൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മറ്റൊരു വസ്തു കുറച്ചേ പറ്റൂ. രണ്ടും ഒരുപോലെ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. ഇനിയും ശ്രദ്ധിച്ചു നോക്ക്. കോട്ടൺ 4 യൂണിറ്റായിട്ട് കുറക്കുമ്പോൾ കോൺ ഉൽപ്പാദനം 3 യൂണിറ്റായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. കോട്ടൻ്റെ ഉൽപ്പാദനം 1 യൂണിറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായും ലഭ്യമായ വിഭവങ്ങൾ ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ 4 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇവിടെ എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന 5 കോമ്പിനേഷനുകളിൽ എയും ഇയും പരിശോധിച്ചാൽ എ കോമ്പിനേഷൻ പറയുന്നത് വിഭവം പൂർണ്ണമായും ഉപയോഗിക്കുന്നത് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാനാണ്. ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ പറയുന്നത് ലഭ്യമായ വിഭവം പൂർണ്ണമായും വിനിയോഗിക്കുന്നത് കോൺ ഉൽപ്പാദനത്തിനാണ്. പിന്നീട് അതിനിടയിൽ കിടക്കുന്ന ബിയും സിയും ഡിയും. ഇവിടെ ബിയിൽ നിന്ന് ഡിയിലേക്ക് എത്തുമ്പോൾ കോട്ടൺ ഉൽപ്പാദനം കുറച്ചാലേ കോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം വിഭവം സ്കേഴ്സാണ് എന്നതുകൊണ്ടാണ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എ ടേബിൾ ഷോയിങ് ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് എ ഗിവൺ സ്റ്റോക്ക് ഓഫ് ടെക്നോളജിക്കൽ നോളജ് ഈസ് കോൾഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. ഇത്രയേ അത് പറയുന്നുള്ളൂ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഉൽപ്പാദന സാധ്യതാ പട്ടിക എന്ന് പറയുന്നത് അതൊരു ടേബിളാണ്. അവിടെ വ്യത്യസ്ത സാധ്യതകളെ കാണിക്കുകയാണ്. 2 വസ്തുക്കൾ എ മുതൽ നേരത്തെ കണ്ടു സിയും ഡിയും ഇയും വരെയുള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന 2 ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളെയാണ് അവിടെ കാണിച്ചത്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഷെഡ്യൂള് നേരത്തെ കണ്ട ഷെഡ്യൂളാണിത്. പോസിബിലിറ്റീസ് കോണും കോട്ടണും. ഈ ഷെഡ്യൂളിനെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്, ഉൽപ്പാദന സാധ്യതാ വക്രം. ഇവിടെ കൊടുത്ത അതേ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വൈ ആക്സിസിലേക്ക് കോട്ടണും എക്സ് ആക്സിസിൽ കോണും കൊടുത്തു. ഈ പ്രസൻറ്റേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ
ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ 10 യൂണിറ്റ് കോട്ടൺ വൈ ആക്സിസിൽ നോക്കിയാൽ അറിയാം. കോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ, അവിടെ 9 യൂണിറ്റ് കോട്ടൺ, എന്നാൽ എക്സ് ആക്സിസിലോ 1 യൂണിറ്റ് കോണേ ഉൽപ്പാദനം സാധ്യമാവുള്ളൂ. സി എന്ന് പറയുന്നിടത്തേക്ക് 7 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 2 യൂണിറ്റ് കോൺ ഉൽപ്പാദനം. ഇങ്ങനെ എ ബി സി ഡി ഇ ഇങ്ങനെ വിവിധ ഉൽപ്പാദന സാധ്യതകളെ ചേർത്ത് ഡയഗ്രം രൂപത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഉൽപ്പാദന സാധ്യത വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും ഇതിനെ പറയാറുണ്ട്. ഇനി ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. എഴുതി വെക്കണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് having a little more of one good in term of the amount of the other good that has to be sacrificed, or it is the value of the next best alternative foregone. ഞാൻ പറഞ്ഞു തരാം, നോട്ട് ചെയ്ത് വെക്കണം. അവസര ചിലവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തു അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുന്നു. നേരത്തെ കണ്ട ഷെഡ്യൂൾ പരിശോധിച്ചാൽ കോട്ടൺ 10 യൂണിറ്റിൽ നിന്ന് 9 യൂണിറ്റായിട്ട് കുറയ്ക്കുമ്പോഴാണ് കോൺ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ കോട്ടൺ 9 നിന്ന് 7 യൂണിറ്റായിട്ട് കുറയ്ക്കുമ്പോഴാണ് കോൺ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുമ്പോഴാണ് കോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ മറ്റൊരു വസ്തുവിൻ്റെ ഉൽപ്പാദനം ത്യജിക്കേണ്ടി വരുന്നു, വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വിട്ടുകൊടുത്തത് എന്താണോ അതാണ് ഉൽപ്പാദിപ്പിച്ച വസ്തുവിൻ്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. അവിടെ കണ്ടതുപോലെ കോൺ ഉൽപ്പാദിപ്പിക്കാൻ കോട്ടൻ്റെ ഉൽപ്പാദനം കുറച്ചു. കോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലോ ആ കോട്ടൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. അങ്ങനെ ഒരു അവസരം ഒഴിവാക്കിയിട്ടാണ് കോൺ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത്. അപ്പോൾ കോണിൻ്റെ അവസരാത്മക ചിലവ് എന്ന് പറയുന്നത് കോട്ടൻ്റെ ഉൽപ്പാദനം മാറ്റിവെച്ചതാണ്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Marginal opportunity cost is defined as the additional cost in terms of a number of units of good sacrificed to produce an extra unit of the other good. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു ഷെഡ്യൂളിലായിട്ട് ഇത് കൃത്യമാക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ കണ്ട അതേ പോസിബിലിറ്റീസാണ്. എ ബി സി ഡി ഇ, കോൺ 0 1 2 3 4, കോട്ടൺ 10 9 7 4 0. ഇനി MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ കോൺ എന്നുള്ളതിന് എക്സും കോട്ടൺ എന്ന് പറയുന്നതിന് വൈയും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ വൈ MOC ഓഫ് എക്സ്, കോണിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ചെയ്ത വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ കോട്ടൺ 10 ആണ്. അവിടെ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ കോട്ടൺ 9 ആയി. അവിടെ ചേഞ്ച് ചെയ്തത് 1 യൂണിറ്റാണ്. അവിടെ സംഭവിക്കുന്നത് കോണോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 1 ആയി എന്ന് പറയുമ്പോൾ അവിടെയും ചേഞ്ച് ചെയ്തത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 1. അതാണ് ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നേരെ 1 വന്നിരിക്കുന്നത്. ഇനി MOC 1 വന്നിരിക്കുന്നത്. ഇനി കോട്ടൺ 9ൽ നിന്ന് 7 ആവുന്നു. 9 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റ്, 2 യൂണിറ്റാണ് കോട്ടൻ്റെ ഉൽപ്പാദനം ചേഞ്ച് ചെയ്തത്. 9ൽ നിന്ന് 7 ആയി. എന്നാൽ കോണിൻ്റെ ഉൽപ്പാദന 1 യൂണിറ്റാണ് ചേഞ്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത വൈ എന്ന് പറയുന്നത് 2 യൂണിറ്റ്,
ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത എക്സ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്, 2/1 2. അതാണ് സി എന്ന് പറയുന്നതിന് നേരെ MOC വന്നിരിക്കുന്നത് 2 എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് 7 നിന്നും 4 ആകുമ്പോൾ 3 യൂണിറ്റ് വൈയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 2 നിന്ന് 3 ആകുമ്പോൾ എക്സിൽ 1 യൂണിറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. ഇത് നിങ്ങൾ നോട്ടിൽ പൂർത്തിയാക്കണം. അവിടെ മനസ്സിലാക്കേണ്ടത് എക്സിൻ്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വൈയുടെ അധിക യൂണിറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അധിക യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കാൻ അധികമായ യൂണിറ്റുകൾ വൈ ത്യജിക്കുമ്പോൾ ഇവിടെ സംഭവിച്ച അവസരാത്മക ചിലവുകളിനെയാണ് സീമാന്ത അവസരാത്മക ചിലവ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഷെഡ്യൂൾ പ്രകാരം അത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇവിടെ കാണുന്നത് MOC എന്ന് പറയുന്നത് 1 2 ഇനി ചെയ്തു പോകുമ്പോൾ 3 4 അങ്ങനെ കിട്ടും. അത് ഇൻക്രീസിങ് ആണ്. 1 2 3 4. MOC ഇൻക്രീസിങ് ആവുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ ഷേപ്പ് കണ്ടാൽ അറിയാം, കോൺകേവ്. MOC ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ PPC കർവ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആയിരിക്കും. MOC കോൺസ്റ്റൻ്റ് ആകും, ലീനിയർ ആകുമ്പോൾ അവിടെ PPC എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ അവിടെ ലഭ്യമായ മുഴുവൻ വിഭവവും ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടണും കോണും 2 വസ്തുക്കൾ, അതിൻ്റെ വിവിധ സാധ്യതകളാണ് A B C D E. അതിനെ ചേർത്ത് വരച്ചതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും, F. അങ്ങനെ ഒരു ഉൽപ്പാദനം നടക്കുമല്ലോ. അങ്ങനെ ഒരു ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ അത്തരത്തിൽ ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ ഇത് അണ്ടർ യൂട്ടിലൈസേഷനാണ്. എന്ന് പറഞ്ഞാൽ ലഭ്യമായ മുഴുവൻ വിഭവവും വിനിയോഗിച്ചില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിഭവങ്ങൾ അലസമായി കിടക്കുന്നു. ഇത് നല്ലതല്ല. അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൽ ഒരു ഭാഗത്ത് വിഭവങ്ങളെന്ന് പറയുന്നത് സ്കേഴ്സാണ്. ആ സ്കേഴ്സായ വിഭവങ്ങളിൽ തന്നെ കുറച്ചു മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിന് വളർച്ച എന്ന് പറയുന്നത് നേടുക സാധ്യമല്ല. ഇനി G എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മുകളിലായിട്ട് പുറത്തായിട്ട് കിടക്കുന്ന G എന്ന് പറയുന്ന പോയിന്റ്. അത്രമാത്രം ഉൽപ്പാദനം നടത്താൻ ഈ രാജ്യത്ത് വിഭവവുമില്ല. അത്തരം ഉൽപ്പാദനം നടക്കണമെങ്കിൽ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം, ഗ്രോത്ത് ഉണ്ടാവണം. F എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷനാണ് റിസോഴ്സസിൻ്റെ. G എന്ന് പറയുന്നത് നമ്മൾക്ക് അത്തരത്തിലേക്ക് ഉൽപ്പാദനത്തിന് സാധ്യമല്ലാത്തൊരു പോയിന്റ് കൂടിയാണ്. ഇവിടെയാണ് ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, AB എന്ന് പറയുന്നത് A1 B1 AB A2 B2. ഇവിടെ സെൻറ്ററിൽ കിടക്കുന്ന AB എന്ന് പറയുന്നത് ഉൽപ്പാദന സാധ്യതാ വക്രം. ഇനി A1 B1 എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതാ വക്രത്തിലേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ, റിസോഴ്സസ് എന്ന് പറയുന്നത് വർദ്ധിച്ചിരിക്കണം. അത് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. AB എന്ന് പറയുന്ന ഉൽപ്പാദന സാധ്യതാ വക്രത്തിൽ നിന്ന് A2 B2യിലേക്ക് വരുമ്പോൾ അവിടെ റിസോഴ്സസ് ഷ്രിങ്ക് ചെയ്യുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ, ആ ഉൽപ്പാദന സാധ്യതത്തിൻ്റെ ആ AB എന്ന് പറഞ്ഞ ഉൽപ്പാദന സാധ്യതാ വക്രത്തിന് അകത്ത് കിടക്കുന്ന പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിവിടെ പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞു. വളരെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ്, തുടക്ക ഭാഗങ്ങളാണ്. അതിൽ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു 4 ഇക്കണോമിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ 4 ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിലെ 4 ഡെഫിനിഷൻസ്, ആ വ്യക്തികൾ, അവരുടെ പബ്ലിക്കേഷൻസ്, അതിൻ്റെ ഇയറുകൾ, ഇതൊക്കെ വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആഡം സ്മിത്ത് അതിൻ്റെ ബൈബിൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്നത്, അത് പബ്ലിഷ് ചെയ്ത ഇയർ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള
അലോക്കേഷനും അതുപോലെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻസും പ്രോബ്ലംസും ഇതൊക്കെ പറഞ്ഞു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും അവിടെ ഷെഡ്യൂളും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് പകർത്താത്തവർ ഇനിയും അത് ഉടൻ തന്നെ അത് പൂർത്തിയാക്കണം. ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് സംശയമായിട്ട് ഉന്നയിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനുള്ള ഒരു മറുപടി കൂടി നമ്മളിവിടെ ഡിസ്കഷനിലായിട്ട് ഉൾപ്പെടുത്തും. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗവും അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതിൽ 5 കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ബാക്കി വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുവരേക്കും ഓക്കെ, ബൈ.